ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എൻ ശേഷാദ്രിനാഥന് സംഘപരിവാർ ബന്ധമുണ്ട്. KM ഷാജിക്ക് ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല. കടുപ്പിച്ച് PM നിയാസ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ UDF-ൽ തർക്കം രൂക്ഷമാകുന്നു. നിയമനത്തിലെ എതിർപ്പ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ടറിയിച്ചു. എൻ ശേഷാദ്രിനാഥന് സംഘപരിവാർ ബന്ധമുണ്ടെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും PM നിയാസ് തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനമായിട്ടുണ്ടെന്ന് PM നിയാസ് പറഞ്ഞു. സംസ്ഥാന ചീഫ് സെക്രട്ടറി A. ജയതിലക് ഇന്ന് വിരമിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് ഇന്ന് വിരമിക്കും. 35 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി A. ജയതിലകിന് സർക്കാർ യാത്രയയപ്പ് നൽകും. ഉച്ചയ്ക്ക് 3 മണിക്ക് ദർബാർ ഹാളിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. ജയതിലക് വിരമിക്കുന്ന ഒഴിവിൽ ചീഫ് സെക്രട്ടറിയാകുന്ന ബിശ്വനാഥ് സിൻഹ വൈകുന്നേരം ചുമതലയേൽക്കും. ആഭ്യന്തര സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി ആയതോടെ IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി വേണ്ടിവരും. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ KSEBിക്ക് അനുമതി. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ KSEBിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാം. KSEB സമർപ്പിച്ച വിവിധ രേഖകളും വൈദ്യുതി ലഭ്യതയുടെ കണക്കും പരിശോധിച്ചാണ് അനുമതി. പ്രചാരണം വാസ്തവവിരുദ്ധം. അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം കടന്നുകയറ്റം നടത്തിയെന്ന റിപ്പോർട്ട് തള്ളി ഇന്ത്യൻ സൈന്യം. അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം കടന്നുകയറ്റം നടത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യൻ സൈന്യം. മേഖലയിൽ ചൈനീസ് ക്യാമ്പുകൾ സ്ഥാപിച്ചെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. നാഹ് വെൽഫെയർ സൊസൈറ്റി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി എന്നുമായിരുന്നു ചൈനീസ് സൈന്യം കടന്നുകയറ്റം സംബന്ധിച്ച റിപ്പോർട്ട്. കഴിഞ്ഞ 15 വർഷത്തോളമായി ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റം തുടരുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള നിരോധനം നിലനിൽക്കുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഒരൊറ്റ ക്ലിക്കിൽ സർവ്വതും വിരൽ തുമ്പിൽ. ഇന്ന് ലോക സോഷ്യൽ മീഡിയ ദിനം. ആശയവിനിമയത്തിന്റെ മുഖം മാറ്റിയ സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുവാനാണ് ജൂൺ 30 ലോക സോഷ്യൽ മീഡിയ ദിനം ആചരിക്കുന്നത്. ഒരൊറ്റ ക്ലിക്കിൽ എല്ലാ വിവരങ്ങളും നമ്മളിലേക്ക് എത്തും മിനിറ്റുകൾക്കകം. ആശയവിനിമയത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് വിശദമായി ചർച്ച ചെയ്യുന്നതിനായി 2010 മാഷബിൾ വാർത്താ വെബ്സൈറ്റാണ് ആദ്യമായി മീഡിയ ദിനം ആചരിച്ചു തുടങ്ങിയത്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിൽ. പ്രതിയെ പിടികൂടിയത് അതിസാഹസികമായി. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിൽ. പരവൂർ സ്വദേശി അഭിജിത്താണ് RPFന്റെ പിടിയിലായത്. പോലീസിനെ കണ്ടതോടെ ട്രെയിനിൽ ചാടിക്കയറി രക്ഷപ്പെടുവാൻ ശ്രമിച്ച പ്രതിയെ അതിസാഹസികമായാണ് പിടികൂടിയത്. പോലീസിന്റെ മുൻപിൽ ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് അഭ്യാസ പ്രകടനവും നടത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.